ഉണ്ടായി. എന്ത് സർപ്രൈസ് ആയോ? ആ ടെഡി ബിയർ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞു കൊടുത്താ വാങ്ങിച്ചോണ്ട് വരാൻ. എനിക്ക് നല്ല ഇഷ്ടം ടെഡി. അതുകൊണ്ടാണ് പറഞ്ഞത്. ജാതകത്തിൽ നോക്കിയപ്പോഴത്തേക്ക് ശുക്രന്റെ 7ാം സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിന്റെ താഴെയാണ് ഇത് നിൽക്കുന്നത്, ലഗ്നം. അത് നോക്കിയപ്പോഴത്തേക്ക് ടെഡി ബിയർ എന്ന് തെളിഞ്ഞു വന്നു. വാങ്ങിച്ചോളാം. അങ്ങനെ പറ, ഞാനും വിചാരിച്ച്. താങ്ക് യു. ഓക്കെ, അപ്പൊ ടീച്ചറ് നമ്മുടെ ഗൗതമിക്കുട്ടിയുടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്ന ഡ്രോയിങ് പഠിപ്പിക്കാണ്. റിമി ഒന്ന് വരയ്ക്കാൻ പറ്റുമോ? ആളെ എങ്ങനെയാണ് സ്കൂളിലൊക്കെ? മിടുക്കിയാണ്, നന്നായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പറയാനുള്ളത് വ്യക്തമായിട്ട് പറയും. വെട്ടി തുറന്നടിക്കും. അതെ അതെ, അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ ആരും പിണങ്ങിയിരിക്കേണ്ട അവൾക്ക് ഇഷ്ടല്ല. അപ്പൊ പിണങ്ങി നിന്നാൽ എന്ത് ചെയ്യും? അവള് ഫസ്റ്റ് വന്നിട്ട് അതെല്ലാം തീർക്കും. ഞാൻ വിചാരിച്ചു വയലന്റ് ആവുന്നു. ആരും അവളോട് പിണങ്ങരുത് ഇഷ്ടമല്ല, അവൾ എന്തും ചെയ്യും. എന്റെ സ്റ്റുഡന്റ് മാത്രല്ല, എന്റെ ഫ്രണ്ടിന്റെ മോളും കൂടിയാണ്. ഇത് എന്റെ മോളാണ്, അവരുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അതാണ് ഇത്ര അറിയാം. അല്ലെങ്കിൽ ടീച്ചറിന് പിണക്കത്തെ പറ്റി ഒന്നും ഇത്ര അറിയണമെന്നില്ല. പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. സ്റ്റേജിൽ വരുമ്പോ എന്താന്നറിയില്ല, പക്ഷെ ഇങ്ങനെയല്ല, നന്നായിട്ട് ഇപ്പൊ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുകയാണ്. കൗണ്ടർ ഒക്കെ അടിക്കും അല്ലേ? അല്ല, അതുപോലെ തന്നെ ഇവിടെ കൗണ്ടർ അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. കൗണ്ടർ അടിച്ചു തുടങ്ങി, ഇപ്പൊ ഭയം പോയി തുടങ്ങി. കൂടി പോയാൽ മതി, ശരിയാവും. ഞാനാണ് ടീച്ചറിന്റെ സാരിയിലും ആ സാരി ഉടുത്ത രീതിയിലും സ്ലിം ബ്യൂട്ടിയിൽ എന്തൊക്കെയോ ടീച്ചറിനെ തന്നെ നോക്കി നിൽക്കുക. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് വന്നതാണോ ഈ പിങ്ക് കളർ? ഇല്ല, ഒന്നും പ്ലാൻഡ് അല്ല, എല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. പിങ്ക് കളറാ. ടീച്ചറിന്റെ സംസാരത്തിൽ തനി ഒരു കൊച്ചുകുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ ഒരു 16, 17, 18 ഒരു വർത്തമാനത്തിൽ ടീച്ചർ തന്നെയാണോ സംസാരിക്കുന്നത്? ഞാൻ വീണ്ടും വീണ്ടും നോക്കുക. അല്ല, ഗൗതമിക്കുട്ടി പണ്ട് കരാട്ടെ ക്ലാസ്സിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഡ്രോയിങ് ക്ലാസ്സിൽ ചേർന്നതെന്നൊക്കെ കേട്ടു. അതെന്താണ്? ചെറിയ ഡ്രോയിങ്, അല്ല സോറി, കരാട്ടെ ഡ്രോയിങ് എല്ലാം ഒരു ദിവസമാണ്. ആ ദിവസങ്ങളിൽ ചെറിയൊരു വയറുവേദന, ഒരു മേലും കൈയും വേദന, അങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ കാരണം നമ്മളെ ക്ലാസ്സിൽ വന്നിരിക്കും. പിന്നെ അത് സ്ഥിരായി. മോള് വരയ്ക്കോ? ഞാനോ? വരക്കില്ലേ? എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ, ആരും അങ്ങനെ അങ്ങ് വരയ്ക്കാൻ പറ്റാത്ത ആൾക്കാരല്ലല്ലോ. അതെ 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 അതെ. ഞാനൊന്നൊക്കെ ആകെ മൊത്തം ഒരു വീട്, ഒരു സൂര്യനും, ഒരു ചെടി, ഇത് മാത്രമേ. 2 മല, പിന്നെ തെങ്ങ. ഒറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് ഒരു കാര്യം വരയ്ക്കാൻ പറ്റും. എന്താ? വലിയൊരു മതില്, അതിന്റെ അപ്പുറത്തോട് ഒരു ആന പോകുന്നു. എനിക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ? മിനിറ്റിക്ക് പറ്റുമോ? അപ്പുറത്തൊരു വലിയ റാ, പിന്നെ 2 കുഞ്ഞറ, അടിയിൽ ഒരു വര. ശരി, അപ്പൊ മോളെ ഏത് പാട്ടാ പാടുന്നേ? ആടിവാ കാറ്റ്. ആഹാ, ആടിവാ കാറ്റ്, പാടങ്ങ് കാറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.